हेलो मेरे दोस्तों, सब ठीक है ना? मैं आशा करता हूँ सब ठीक है. ഇനി നമുക്ക് ഹിന്ദിയിൽ ഒരു ചെറിയൊരു സംഗതി പഠിക്കാം. നമ്മൾ എൻ്റെ എന്ന് എങ്ങനെയാണ് പറയാറ് ഹിന്ദിയിൽ? എൻ്റെ എന്നുള്ളതിന് മേര അല്ലേ? പക്ഷെ എപ്പോഴും നമ്മൾ മേര മാത്രമാണോ കേൾക്കാറ്? അല്ലെങ്കിൽ മേര മാത്രമാണ് യൂസ് ചെയ്യുക അല്ലല്ലേ? മേര, മേരി, മേരെ, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്. മേര, മേരി, മേരെ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഇത് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ വേഗം തട്ടിമാറ്റി പോയിക്കോ, നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. മേര, മേരി, മേരെ, ഇതിന്റെ മൂന്നിന്റെ അർത്ഥം എന്റേത് എന്ന് തന്നെയാണ്, എൻ്റെ. പക്ഷെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ചെറിയൊരു നോട്ട് തരാം, എന്നിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലോട്ട് പോകാം. ആദ്യം നമുക്കറിയാം ഹിന്ദിയിൽ എല്ലാ സംഗതികളെയും സ്ത്രീലിംഗവും പുല്ലിംഗവുമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മലയാളത്തിൽ ഒന്നുകൂടി പറയാന്നുണ്ടെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളെയും ഹിന്ദിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പുല്ലിംഗം വരുമ്പോൾ നമ്മൾ മേര എന്ന് യൂസ് ചെയ്യണം. മേര അതായത് പറയുന്നത് അത് ആ വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും. അത് ചെയർ ആയിക്കോട്ടെ, കിതാബ് ആയിക്കോട്ടെ, എന്തിന് ഫോൺ ആയിക്കോട്ടെ, എന്ത് സംഗതിയാണെങ്കിലും അത് സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്. അപ്പൊ പുല്ലിംഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ മേര എന്ന് യൂസ് ചെയ്യും. സ്ത്രീലിംഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മേരി യൂസ് ചെയ്യും. ഇനി പറയുന്നത് ബഹുവചനമാണെങ്കിലോ അവിടെ മേരെ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു നോട്ട്. ഇനി നമുക്ക് ഉദാഹരണങ്ങളിലോട്ട് പോകാം. ഓക്കെ, ആദ്യം ഇത് എൻ്റെ കുട്ടികളാണ്. അവിടെ എന്താണ്? ഇത് എൻ്റെ കുട്ടികളാണ്. അവിടെ ബഹുവചനമല്ലേ? കുട്ടികൾ ഒരുപാട് പേരില്ലേ? അപ്പോ യെ മേരെ ബച്ചേ ഹേ, യെ മേരെ ബച്ചേ ഹേ, അവിടെ നമുക്ക് മേരെ എന്ന് കൊടുക്കാം. യെ മേരെ ബച്ചേ ഹേ. ഓക്കെ, അടുത്തത് ഇത് എൻ്റെ ആൺകുട്ടിയാണ്. ഇത് എൻ്റെ ആൺകുട്ടിയാണ്. അവിടെ ഒരു പുല്ലിംഗ ശബ്ദമല്ലേ ആൺകുട്ടി എന്നുള്ളത്? അവിടെ ഒരാളെ ഉള്ളൂ, ഒരാളെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഇതെന്റെ ആൺകുട്ടിയാണ്. അവിടെ നമുക്ക് മേര എന്ന് കൊടുക്കാം. യെ മേര ബേട്ടാ ഹേ, യെ മേര ബേട്ടാ ഹേ, അവിടെ മേര. ഓക്കെ, അപ്പൊ യെ മേര ബേട്ടാ ഹേ, ഇതെന്റെ ആൺകുട്ടിയാണ്. ഇതെന്റെ പെൺകുട്ടിയാണ്. ഇതെന്റെ പെൺകുട്ടിയാണ്. എങ്ങനെ പറയാം? പെൺകുട്ടി ഒരു സ്ത്രീലിംഗ ശബ്ദമല്ലേ പെൺകുട്ടി എന്നുള്ളത്? അവിടെ നമുക്ക് മേരി എന്ന് കൊടുക്കാം. യെ മേരി ബേട്ടി ഹേ, യെ മേരി ബേട്ടി ഹേ. ഓക്കെ, അടുത്തത് ഇവർ എൻ്റെ ബന്ധുക്കളാണ്. ഇവർ എൻ്റെ ബന്ധുക്കളാണ്. എങ്ങനെ പറയാം? ബന്ധുക്കൾ. അപ്പോ ഒരു ബഹുവചനമാണല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പോ മേരെ, 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 യെ മേരെ റിഷ്തിദാർ ഹേ. ബന്ധുക്കൾ എന്നുള്ളതിന് റിഷ്തിദാർ എന്ന് പറയാം, പരിവാർ എന്ന് പറയാം. ഓക്കെ, അപ്പോ യെ മേരെ റിഷ്തിദാർ ഹേ, ഇതെന്റെ ബന്ധുക്കൾ ആണ്. അടുത്തത് ഈ വണ്ടി എന്റേതാണ്. ഈ വണ്ടികൾ എന്റേതാണ്. വണ്ടികൾ ഒരുപാട് പേരുണ്ട് അല്ലേ? ഇവിടെ ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കാണ്ട്, പറയുന്നത് ഫീമെയിൽ ജെൻഡർ ആണ്, പക്ഷെ അത് ബഹുവചനമാണ്, ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിലും അവിടെ മേരി തന്നെയാണ് യൂസ് ചെയ്യുക. ഇവിടെ എൻ്റെ ഈ വണ്ടി എൻ്റേതാണെന്നല്ല, ഈ വണ്ടികൾ എൻ്റേതാണെന്നാണ്. ഒരുപാട് വണ്ടികളുണ്ട്, അവിടെയും മേരെ അല്ല കൊടുക്കുക, മേരി ആണ് കൊടുക്കുക. യെ മേരി ഗാഡിയാം ഹേ. എന്തുകൊണ്ടാണ് ഗാഡിയാം എന്ന് വന്നത്? കാരണം വണ്ടികൾ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യെ മേരി ഗാഡിയാം ഹേ, ഇത് എൻ്റെ വണ്ടികളാണ്. അടുത്തത് എൻ്റെ വണ്ടി പുതിയതാണ്. ഇവിടെ ഒരു വണ്ടിയെ കുറിച്ചേ പറയുന്നുള്ളൂ അല്ലെ? എൻ്റെ വണ്ടി പുതിയതാണ്. അവിടെയും മേരി തന്നെയാണ് കൊടുക്കുക, കാരണം സ്ത്രീലിംഗ ശബ്ദമാണ്. മുകളിൽ നമ്മൾ പറഞ്ഞു വണ്ടികൾ, ഒരുപാട് വണ്ടികളുണ്ട്, സ്ത്രീലിംഗ ശബ്ദമാണ്, അപ്പോഴും മേരി. ഓക്കെ, താഴത്ത് ഒരു വണ്ടിയേ ഉള്ളൂ, സ്ത്രീലിംഗ ശബ്ദമാണ്, അപ്പോഴും മേരി. മേരി ഗാഡി നെയ് ഹേ, മേരി ഗാഡി നെയ് ഹേ. നെഹി അല്ല, നെയ്. ഈ അവിടെ ഈ ശബ്ദമാണ് ഒരു കേട്ടോ. മേരി ഗാഡി നെയ് ഹേ, എൻ്റെ വണ്ടി പുതിയതാണ്. ഓക്കെ, മനസ്സിലായോ? മേരി ഗാഡി നെയ് ഹേ, എൻ്റെ വണ്ടി പുതിയതാണ്. എന്തുകൊണ്ടാണ് മേരി വന്നതെന്ന് അറിയാലോ? വണ്ടി, വാഹനം എന്നുള്ളത് ഒരു ഫെമിനിയൻ ജെൻഡർ ആണ്. അടുത്തത് എൻ്റെ ഈ സാധനങ്ങൾ എൻ്റേതാണ്. ഈ സാധനങ്ങൾ എൻ്റേതാണ്. സാധനങ്ങൾ ഒരുപാടില്ലേ? ഒന്നല്ലല്ലോ, ഒരു സാധനത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മളവിടെ എന്താ യൂസ് ചെയ്യുക? മേരയാണോ, മേരിയാണോ, മേരെയാണോ? മേരെ, കാരണം പ്ലൂരലാണ്, ഒരുപാട് സംഗതികളുണ്ട്. അപ്പോ യെ സാമാൻ മേരേ ഹേ, മേര അല്ല മേരെ. യെ സാമാൻ മേരേ ഹേ, ഇത് എൻ്റെ സാധനങ്ങളാണ്. അടുത്തത് എൻ്റെ കൂട്ടുകാരൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഒരാളാണ്, അവൻ ഒരു മെയിൽ ജെൻഡർ ആണ്.
പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ മേരാ ദോസ്ത് യഹാം കാം കർത്താ ഹേ. മേരാ ദോസ്ത് എൻ്റെ കൂട്ടുകാരൻ, യഹാം ഇവിടെ, കാം കർത്താ ഹേ ഇവിടെ ജോലി ചെയ്യുന്നു, എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ നമുക്ക് മേരി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മേരെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ കൊടുത്താൽ അർത്ഥം സെയിം തന്നെ ആയിരിക്കും, എൻ്റെ കൂട്ടുകാരൻ തന്നെ ആയിരിക്കും വരിക, പക്ഷെ ഗ്രാമാറ്റിക്കലി തെറ്റും. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് എൻ്റെ കൂട്ടുകാർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർ അവിടെ എന്താണ്? പ്ലൂരൽ ആണ് അല്ലേ? അപ്പൊ എന്താ കൊടുക്കുക? മേരെ. കാരണം കൂട്ടുകാർ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്, പുല്ലിംഗത്തിൽ പ്ലൂരൽ ആണ്. അപ്പോൾ മേരെ. മേരെ ദോസ്ത് മേരെ ഇന്തിസാർ കർ രഹാ ഹെ. എൻ്റെ കൂട്ടുകാർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേരെ ദോസ്ത് എൻ്റെ കൂട്ടുകാർ, മേരെ എന്നെ, ഇന്തിസാർ കർ രഹാ ഹെ അവരെന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്തിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തു നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോ മേരെ ദോസ്ത് മേരെ ഇന്തിസാർ കർ രഹാ ഹെ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ബുക്ക് എൻ്റേതാണ്. ഈ ബുക്ക് എൻ്റേതാണ്. ബുക്ക് എന്നുള്ളത് എന്താണ്? ഒരു ഫെമിനിയൻ ജെൻഡർ ആണ്. അപ്പോൾ ഇതെങ്ങനെ പറയാം നമുക്ക്? യെ മേരി കിതാബേം ഹേ. ഇവിടെ ബുക്കുകൾ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ബുക്കുകൾ എൻ്റേതാണ്. ഈ ബുക്കുകൾ എൻ്റേതാണ്. അപ്പോൾ യെ മേരി കിതാബേം ഹേ. യെ മേരി കിതാബേം ഹേ. കാരണം ഫെമിനിയൻ ജെൻഡർ ആണ്, ഫെമിനിയൻ ജെൻഡറിൽ പ്ലൂറൽ ആണ്, അപ്പോഴും നമ്മൾ മേരി തന്നെയാണ് കൊടുക്കുക. അപ്പോൾ യെ മേരി കിതാബേം ഹേ ഇതെൻ്റെ ബുക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് മേരാ മേരി മേരി കൊടുക്കുക എന്നുള്ളത്? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഹിന്ദി പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ओके, അപ്പോൾ अगले वीडियो में फिर मिलेंगे. धन्यवाद.